പറയണ്ട ഒരു സ്റ്റേജിലും ഏതൊരു വർക്കിംഗ് സ്റ്റേജിലും ഞാൻ എൻ്റെ പ്രസൻസ് ഇവിടെ ഇല്ലായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാണ്. വർക്ക് നടക്കുമ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം തിരിച്ച് ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോഴേ ഞാൻ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുമോ എന്ത് വേണം എന്നാഗ്രഹിച്ചോ അതേ ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് ആ ഒരു ഫുള്ളൊരു ഇത് കിട്ടിയത്. 3D ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെയാണോ 3D ചെയ്തിരിക്കുന്ന സെയിം ഔട്ട്പുട്ടും സെയിം. നമ്മൾ നില ഇൻറ്റീരിയേഴ്സ് ഇവിടെ ചെയ്ത വർക്കിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ധീരജ്. ഞാൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തഞ്ചാവൂർ റീജിയനിലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയണ്ട ഒരു സ്റ്റേജിലും ഏതൊരു വർക്കിംഗ് സ്റ്റേജിലും ഞാൻ എൻ്റെ പ്രസൻസ് ഇവിടെ ഇല്ലായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതാണ്. ബിക്കോസ് എല്ലാം ഞാൻ ഇപ്പോൾ ഓണർ വിഷ്ണുവിനെ കാണുന്നത് തന്നെ ഞാൻ ഇന്നാണ് ഫസ്റ്റ് നേരിട്ട് മീറ്റ് ചെയ്യുന്നത്. ബട്ട് എല്ലാം ത്രൂ ഫോണാണ്. എപ്പോൾ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഹി വിൽ പിക്ക് ദ കോൾ. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പുള്ളിയുടെ ഒരു പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് ആണ് ആടെ ഇതാകുന്നു. ഈവൻ പുള്ളിക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ എ സ്പാൻ ഓഫ് മിനിറ്റ് എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റാഫ് എന്നെ വിളിക്കാറുണ്ട്. മെയിൻ അതാണ് എനിക്ക് ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ കമ്പനി നില ഇന്റീരിയർ കമ്പനിയിൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യം അതാണ്. രണ്ടാമെന്ന് പറയുന്നത് പഞ്ച്വാലിറ്റി. എനിക്കൊരു സാധനം ഇന്ന ഡേറ്റിനുള്ളിൽ വേണം അല്ലെങ്കിൽ ഈ ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് ഈ സ്റ്റേജ് വരെ നമ്മൾ ഇഷ്ടംപോലെ വരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ വർക്കാണ്, ഓരോ വർക്ക് സ്റ്റേജസ് നമ്മൾ ത്രൂ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ നമുക്കറിയാൻ പറ്റും ഓരോരുത്തരുടെ ഡേറ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. മോസ്റ്റ്ലി എല്ലാം ആ വർക്കിനുള്ളിൽ തീരാറില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ 8th നമ്മൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞാണ്. ജൂൺ 8th ഹൗസ് വാമിംഗ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ 5 അല്ലെങ്കിൽ 6 മുമ്പ് എനിക്ക് ഫർണിച്ചർ വെച്ചേക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതേ ഡേറ്റിൽ തന്നെ 5th അല്ലെങ്കിൽ 5th അല്ലെങ്കിൽ 6th ഫർണിച്ചർ എല്ലാം എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ലാസ്റ്റ് പീരീഡ് ടെൻഷൻ അവോയ്ഡ് ചെയ്യപ്പോൾ അതാണ് എനിക്ക് മെയിൻ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് ഒരു രീതിയിൽ ഒരു പേഴ്സണൽ ടെൻഷൻ പോലും എനിക്ക് തന്നിട്ടില്ല. മെയിൻ എനിക്കതാണ് മെയിൻ വേണ്ടത്. കാരണം എനിക്ക് അവിടെ ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ടെൻഷൻസ് ഉണ്ട്. സോ ഒന്നും അറിയാൻ പാടില്ല. അതാണ് മെയിൻ. നമ്മൾ കോൺട്രാക്ട് തരുന്നത് എന്തിനാണ്? നമ്മൾ ഒരാൾക്ക് ഫുൾ വർക്ക് കൊടുക്കുന്നത് നമുക്കൊന്ന് ഇൻവോൾവ് ചെയ്യാൻ ടൈം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ കാണില്ല. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ എനിക്ക് എന്തായാലും കാണത്തില്ല. നമ്മൾ എക്സെപ്റ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. നമുക്ക് കാണുമ്പോൾ കൊള്ളാവോ ഇല്ലയോ എന്ന് പറയുന്നല്ലാതെ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയൽ ചെയ്യണം അങ്ങനെയുള്ള ഒരു ഐഡിയ നമുക്ക് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ടെൻഷൻസും എനിക്ക് നിങ്ങളുടെ ഫേമിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എനിക്ക് വന്നിട്ടില്ല. അതാണ് മെയിനായിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യം മേഡത്തിനോടാണ്. മേഡം ആയിരിക്കുമല്ലോ കൂടുതലും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതും. മേഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എനിക്കെന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മളിപ്പോൾ ലേഡീസ് കിച്ചൺ ആണല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് കിച്ചൺ എന്ന് പറയുമ്പം എനിക്ക് വീടെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു ഐലൻഡ് കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അപ്പോൾ ചാറിൻ്റെ അടുത്തും അതാണ് പറഞ്ഞത്, എനിക്ക് ആ ഒരു ഇത് വേണം. ഞങ്ങളിപ്പോൾ വർക്ക് നടക്കുമ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം തിരിച്ച് ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോഴേ ഇവിടുന്ന് പോകുമ്പോൾ ഫുൾ അത് സ്റ്റാർട്ട് ആവുന്നതും ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് വന്ന് കാണുമ്പോൾ ഫുൾ ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്തോ അതെനിക്ക് കിട്ടിയ അതിലും അപ്പുറത്തുള്ളൊരു ഇതായിരുന്നു എനിക്ക്. ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ 1 വീക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 1 വീക്കിലും ഇപ്പോൾ ഞാൻ എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുമോ എന്ത് വേണം എന്നാഗ്രഹിച്ചോ അതേ ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് ആ ഒരു ഫുള്ളൊരു ഇത് കിട്ടിയിട്ടുള്ളത്. നില ഇന്ത്യയിൽ നമ്മുടെ പ്രൊപ്പറേറ്റർ നമ്മുടെ വിഷ്ണു ഡെഫിനറ്റ്ലി 100%. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇപ്പോൾ വേറെ സജഷൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടാണ്. അല്ലാതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഒരാൾക്ക് വർക്ക് കൊടുക്കില്ല. സോ വേറെ സജഷൻസ് കേട്ടിട്ടും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും എനിക്ക് 0% ടെൻഷൻസ് എൻ്റെ ഒരു ഇതിലും ഞാൻ ഡെഫിനറ്റ്ലി നില ഇൻറ്റീരിയർ എന്ന് നമ്മുടെ വിഷ്ണുവിൻ്റെ ഫേമിന് ഡെഫിനറ്റ്ലി വിൽ റെക്കമെൻഡ് ടു ഈച്ച് ആൻഡ് എവരി വൺ. സോ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർ. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. ഈവൻ എല്ലാ സജഷൻസ്, ഈവൻ നമ്മുടെ ഒരു സജഷൻ പറയുന്നത് റോങ് ആണ് എന്നുണ്ടെങ്കിലും അവരത് അതിൻ്റെതായ രീതിയിൽ അവർ നമ്മളെ അത് കൺവിൻസ് ചെയ്യും. ബട്ട് അവരുടെ എല്ലാ ഔട്ട്പുട്ടും എന്താ പറയണ്ടത്, നമ്മളിപ്പോൾ 3D ചെയ്തിട്ടുണ്ടല്ലോ, എങ്ങനെയാണോ 3D ചെയ്തിരിക്കുന്ന സെയിം ഔട്ട്പുട്ടും സെയിം ആണ്. അതായത് മെയിൻ എല്ലാവരുടെയും ഒരു ടെൻഷൻ അതായിരിക്കുമല്ലോ. നമ്മുടെ 3D നമ്മൾ ഓക്കെ ആണ്, എല്ലാം 100% ഓക്കെ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ബട്ട് ഔട്ട്പുട്ടും 3Dയും തമ്മിൽ ബന്ധമാണല്ലോ. പക്ഷേ ഇതിൻ്റെ 3Dയും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പക്കാണ്, സെയിം ഡിറ്റോ ആണ്. സോ ഒരു ചേഞ്ചസും ഈച്ച് ആൻഡ് എവരി കോർണർ എല്ലാതും സെയിം ആണ്. സോ എൻ്റെ എല്ലാവിധ വിഷസും നിങ്ങളുടെ ഫേമിനും നില ഇൻറ്റീരിയർ എന്ന ഫേമിനും വിഷ്ണുവിനും എൻ്റെ എല്ലാവിധ വിഷസും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.